അഹമ്മദാബാദ് അപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് റിപ്പോർട്ട് നൽകിയത്. അതേസമയം ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിലൊന്നാണെന്ന് എയർ ഇന്ത്യ അവകാശപ്പെടുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ പ്രാഥമിക റിപ്പോർട്ടിൽ അപകടം സംബന്ധിച്ച് അപകടത്തിന് ഇടയാക്കിയ കാരണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ? അത് പുറത്തു വന്നിട്ടുണ്ടോ? അനിൽ നമ്പ്യാർ, ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. വ്യോമയാന മന്ത്രാലയത്തിലാണ് റിപ്പോർട്ട് നൽകിയത്. 2 പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അപകടത്തിന്റെ കാരണമടക്കം കണ്ടെത്താൻ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് നേരത്തെ പരിശോധിച്ചിരുന്നു. ബ്ലാക്ക് ബോക്സുകൾ പരിശോധിച്ചതിൽ നിന്നും ഈ വിമാനാപകടത്തിലെ നിർണായകമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരിപ്പോൾ വ്യക്തമാക്കുന്നത്. മുൻവശത്തെ ബ്ലാക്ക് ബോക്സിലെ ക്രാഷ് പ്രൊട്ടക്ഷൻ മൊഡ്യൂൾ സുരക്ഷിതമായി വീണ്ടെടുത്ത് മെമ്മറി മൊഡ്യൂളിലെ വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലാബിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിലെയും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലെയും വിവരങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത്. സുരക്ഷാ പിഴവുകൾ ആവർത്തിക്കുന്നത് ഗുരുതരമാണ് എന്ന് അതേസമയം ഇന്ന് ചേർന്ന പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിൽ ഒരു ആക്ഷേപം ഉയർന്നു. എയർ ഇന്ത്യ ഇത് സംബന്ധിച്ച് വിശദീകരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനിൽ നമ്പ്യാർ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് അപകടം സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് അതിന് കാരണം എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ മന്ത്രാലയമായിരിക്കാം അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. നന്ദി ശ്രീകാന്ത്. അഹമ്മദാബാദ് അപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് റിപ്പോർട്ട് നൽകിയത്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.